178 വീടുകൾ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളും വേഗത്തിൽ പൂർത്തിയാക്കാൻ സർക്കാർ. വിശദമായ വാർത്തയിലേക്ക് തന്നെയാണ്. ഇസ്രയേൽ അമേരിക്ക സംയുക്ത ആക്രമണത്തിൽ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടത് സ്വന്തം ഓഫീസിൽ വെച്ചെന്ന സ്ഥിരീകരണം. ചരിത്രത്തിലെ ഏറ്റവും തിന്മ നിറഞ്ഞ മനുഷ്യൻ കൊല്ലപ്പെട്ടുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഇന്റലിജൻസ് സംവിധാനത്തെ മറികടക്കാൻ ഖമനിക്ക് കഴിഞ്ഞില്ലെന്നും ട്രംപ്. ഖമനിയെ വധിച്ചെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇക്കാര്യം ഇറാനും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇറാനിൽ 40 ദിവസം ഔദ്യോഗിക ദുഃഖാചരണവും 7 ദിവസം പൊതു അവധിയും പ്രഖ്യാപിച്ചു. വ്യോമാക്രമണത്തിൽ ഖമേനിയുടെ മകളും മരുമകനും പേരക്കുട്ടികളും കൊല്ലപ്പെട്ടു. വിവരങ്ങളുമായി രാജേഷ് ചേരുന്നുണ്ട്. രാജേഷ്, എന്തായാലും ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടു എന്ന സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. എന്തായാലും ഇനി അറിയേണ്ടത് എന്താണ് ഇറാന്റെ നിലപാട് എന്ന കാര്യമാണ്. കൂടാതെ കൂടുതൽ നേതാക്കളും ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകളും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റേതെല്ലാം നേതാക്കളാണ് ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്? കാർത്തു, കഴിഞ്ഞ ദിവസം ഇസ്രയേലും അമേരിക്കയും നടത്തിയ സംയുക്ത ആക്രമണത്തിലാണ് ഇപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടത് എന്ന സ്ഥിരീകരണം വരുന്നത്. സ്വന്തം ഓഫീസ് കെട്ടിടത്തിൽ നടന്ന ആക്രമണത്തിലായിരുന്നു കൊല്ലപ്പെട്ടതെന്നാണ് ഇപ്പോൾ ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസം നടന്ന സംയുക്ത ആക്രമണത്തിൽ ഇദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്കും വസതിയിലേക്കും അതുപോലെ തന്നെ ഭരണസിരാ കേന്ദ്രത്തിലേക്കും ഒരു ആക്രമണം ഉണ്ടായിരുന്നു. ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ ഇറാന്റെ പ്രതിരോധ മന്ത്രി അസീസ് നസീർസാദ, വിപ്ലവ സേനയുടെ കമാൻഡർ മുഹമ്മദ് പാക്പോർ, പ്രതിരോധ കൗൺസിൽ സെക്രട്ടറി ഷംഖാനി തുടങ്ങിയ ഉൾപ്പെടെ നിരവധി സൈനിക ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നൊരു വിവരം കൂടി നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നു. ഖമേനിയുടെ മകളും പേരക്കുട്ടിയും മരുമകനും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു സ്ഥിരീകരണം കൂടി ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. മധ്യപൂർവേഷ്യയിലെ സംഘർഷാവസ്ഥ അത് മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നതാണ് ഈ ഖമേനി കൊല്ലപ്പെട്ടതുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇറാന്റെ പരമാധികാരിയും സൈന്യത്തിന്റെ കമാൻഡറുമായിരുന്നു ഈ ആയത്തുള്ള ഖമേനി എന്ന് പറയുന്നത്. ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും കരുത്തനായ നേതാക്കളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന ഖമേനിയുടെ കൊലപാതകം ചെയ്യപ്പെട്ടത് ലോകരാജ്യങ്ങൾക്കിടയിൽ പ്രധാനമായും ഈ മിഡിൽ ഈസ്റ്റിൽ ഇനി ഏതെല്ലാം പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യചിഹ്നമാണ്. ഇറാന്റെ വിപ്ലവ സേനയുടെ പ്രധാനപ്പെട്ട തലവനും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നതാണ് നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതേസമയം തന്നെ ഈ ഖമേനിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഖമേനി കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ അമേരിക്ക ഒരു ശക്തമായ മുന്നറിയിപ്പ് ഇറാൻ നൽകുന്നുണ്ട്. തങ്ങൾ ഇതുവരെ ഉപയോഗിച്ച ആയുധങ്ങളല്ല ഇനി ഉപയോഗിക്കാൻ പോകുന്നത്. ഈ യുദ്ധം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നൊരു വലിയ രീതിയിലുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇറാൻ അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ഇസ്രായേലും നൽകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും പ്രധാനപ്പെട്ട ഒരു നേതാവ് 35 വർഷക്കാലത്തിലധികമായി ഇറാനെ ഭരിച്ച പ്രധാനപ്പെട്ട ഒരു നേതാവാണ്, അല്ലെങ്കിൽ പരമോന്നത നേതാവാണ് നിലവിൽ ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുള്ളത്. 1981 പ്രസിഡന്റായിരുന്ന ഖമേനി 1989 ജൂണിലായിരുന്നു ഈ പരമോന്നത സ്ഥാനത്തിലേക്ക് എത്തുന്നത്. അതിൽ വലിയ രീതിയിലുള്ള വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഈ രാജ്യത്ത് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ അമേരിക്കയെ തുടക്കം മുതൽ ഒരു ശത്രുവായി കണക്കാക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവും കൂടിയായിരുന്നു. അതുപോലെ തന്നെ ഈ ഇറാനിൽ ഒരു ജനാധിപത്യ രാജ്യത്തിലേക്ക് അല്ലെങ്കിൽ ജനാധിപത്യത്തിലേക്ക് കടക്കുന്നത് തടഞ്ഞ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയായിരുന്നു ഇദ്ദേഹം. പ്രധാന സ്ത്രീകൾക്കടക്കം സ്വാതന്ത്ര്യത്തിന് പ്രധാനപ്പെട്ട വിലങ്ങുതടിയായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പരമോന്നത നേതാവ് കൂടിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടത്. അതേസമയം തന്നെ ഇതിൽ ഒരു വ്യക്തമായ മറുപടി തങ്ങൾ നൽകുമെന്നാണ് ഇറാൻ നൽകുന്ന പ്രധാനപ്പെട്ട വിശദീകരണം. ഈ ആയത്തുള്ള ഖമേനിയുടെ മകളും മരുമകളും വിപ്ലവ സേനയുടെ ഏകദേശം 5 ലക്ഷത്തിലധികം ആളുകളുള്ള വിപ്ലവ സേനയുടെ തലവനും കൊല്ലപ്പെട്ടിട്ടുണ്ട്. പ്രധാനപ്പെട്ട പ്രതിരോധ മന്ത്രി അസീസ് നസീർസാദ, വിപ്ലവ സേനയുടെ കമാൻഡർ മുഹമ്മദ് പാക്പോർ, പ്രതിരോധ കൗൺസിൽ സെക്രട്ടറിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായിട്ടുള്ള
അലി ഷംഖാനി തുടങ്ങിയ ഉൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇനി ഇറാന്റെ ഭാഗത്തു നിന്ന് ഏതെല്ലാം രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകും, അത് ഈ മിഡിൽ ഈസ്റ്റിൽ GCC രാജ്യങ്ങളിലെ സൈനിക താവളം, പ്രധാനമായും അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുള്ള ആക്രമണങ്ങൾ ഇനി ഏതെല്ലാം രീതിയിലേക്ക് കടക്കും എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ചരിത്രത്തിലെ ഏറ്റവും തിന്മ നിറഞ്ഞ ഒരാളാണ് കൊല്ലപ്പെട്ടത് എന്നാണ് ട്രംപ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇത് ഇറാൻ ഭരണകൂടം അല്ലെങ്കിൽ ഇറാൻ മറ്റൊരു ഇറാനായി മാറാൻ പോകുന്നതിൻ്റെ സൂചന നൽകുന്നു എന്നതാണ് ഇപ്പോൾ ട്രംപ് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സംയുക്ത ആക്രമണത്തിൽ ശനിയാഴ്ച രാവിലെയോടെയാണ് ഇദ്ദേഹം കൊല്ലപ്പെട്ടത്, അല്ലെങ്കിൽ സ്വന്തം ഓഫീസിൽ വെച്ചാണ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടത് എന്നതാണ് ഇറാൻ നൽകുന്ന ഔദ്യോഗിക വിശദീകരണം. ഇനി ഖമേനിയുടെ പിൻഗാമി എന്നുള്ള 3 പേരുകളാണ് ഖമേനി രഹസ്യമായി വെച്ചിട്ടുള്ളത്. അത് പ്രധാനമായും മൊജിത്താബ ഖമേനി അടക്കമുള്ള 3 പേരുകളാണ് ഇനി തൻ്റെ പിൻഗാമിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനി ഇറാൻ്റെ ഭരണകൂടം ഏതെല്ലാം രീതിയിലേക്ക് പോകും, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഇറാൻ ഭരണകൂടം താഴോട്ട് പോകുന്നു അല്ലെങ്കിൽ തകർന്നു എന്നൊരു വാർത്ത കൂടി നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നു. അതേസമയം തന്നെ ജനാധിപത്യത്തിലേക്കുള്ള ഒരു മുന്നോടിയാണ് ഈ വധം അല്ലെങ്കിൽ ഖമേനിയുടെ കൊലപാതകം എന്നാണ് വിമത സേനയുടെ പ്രധാന നേതാവായിട്ടുള്ള റസാ പഹ്ലവി ട്രംപിന് നൽകിയ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ ഈ കൊലപാതകത്തിൽ വിമത സേനാ നേതാവ് ട്രംപിന് ഒരു നന്ദി അറിയിക്കുന്നുണ്ട്. ഇറാൻ മറ്റൊരു സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുന്നു. ഇതുവരെ കണ്ട ഇറാൻ ആയിരിക്കില്ല ഇനി ഉണ്ടാകാൻ പോകുന്നത്. ആയത്തുള്ള അലി ഖമേനിയുടെ കൊലപാതകത്തോടു കൂടി ഇറാൻ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് അല്ലെങ്കിൽ ജനാധിപത്യത്തിലേക്ക് കടക്കാൻ പോകുന്നത് എന്നാണ് നിലവിൽ ഇപ്പോൾ വിമത സേനാ നേതാവായിട്ടുള്ള റസാ പഹ്ലവി ട്രംപിന് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നന്ദി അറിയിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ ഇന്നലെ രാത്രിയോടെ UN സുരക്ഷാ സേന ചേർന്നിരുന്നു. അതിൽ റഷ്യയും ചൈനയും ഇറാനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ഇറാന്റെ പ്രത്യാക്രമണവും അതുപോലെ തന്നെ ഇസ്രായേൽ അമേരിക്കയുടെ ആക്രമണവും ഒരു രീതിയിലും അംഗീകരിക്കാനാകില്ല എന്നാണ് റഷ്യ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട വാദം. അതുപോലെ തന്നെ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആക്രമണം ഉണ്ടാകുമ്പോൾ നിയമങ്ങൾ പാലിക്കണമെന്നും ഇപ്പോൾ ചൈന ഒരു മുന്നറിയിപ്പ് കൂടി നിലവിൽ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയോടെ, ഇന്ത്യൻ സമയം പുലർച്ചെയോടെ ആയിരുന്നു ഈ UN സുരക്ഷാ സേന ചേർന്നത്. അതിൽ ഈ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നായിരുന്നു ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആന്റണി ഗുട്ടറസിന്റെ പ്രധാനപ്പെട്ട വാദം. അതേസമയം തന്നെ 2 രാജ്യങ്ങൾ ചൈനയും റഷ്യയും ഇറാനെ പിന്തുണച്ച് രംഗത്ത് വരുന്ന പ്രധാനപ്പെട്ട ഒരു സാഹചര്യം കൂടി നിലവിൽ ഇപ്പോൾ ഉണ്ട്. എന്തായാലും മിഡിൽ ഈസ്റ്റിൽ അടക്കം വലിയ രീതിയിലുള്ള ആക്രമണത്തിന് ഇറാൻ പദ്ധതി ഇടുന്നു എന്നാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. തങ്ങളുടെ പ്രധാനപ്പെട്ട ഇറാന്റെ പരമോന്നത പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിയുടെ കൊലപാതകം അത് ഇറാനിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന രാവിലെ നടന്ന ആക്രമണത്തിൽ 155-ലധികം പിഞ്ചു കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. അതുപോലെ തന്നെ 201 മരണമാണ് നിലവിൽ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ സാഹചര്യത്തിൽ ഇനി ഇറാൻ ഏതെല്ലാം രീതിയിൽ മുന്നോട്ട് പോകും, പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഇനി ഇറാന്റെ മറുപടി എന്തായിരിക്കും എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യചിഹ്നമാണ് കാർത്തു. രാജേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇറാന്റെ അടുത്ത നീക്കം എന്ത് എന്നത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ച വലിയൊരു ആണവ സംവിധാനം ഇറാൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു എന്നൊരു കാര്യമായിരുന്നു അമേരിക്ക കുറച്ചു കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെ അമേരിക്ക ഭയപ്പെടുന്നു എന്നൊരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇനി ഇറാൻ വലിയ രീതിയിൽ ഒരു തിരിച്ചടി നൽകുമെന്നൊരു മുന്നറിയിപ്പൊക്കെ നൽകുന്ന ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം ഉണ്ടാകുമോ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് കൂടി ഇറാൻ കടക്കുമോ എന്ന ചോദ്യങ്ങൾ കൂടി അവിടെ ഉണ്ടാവുകയല്ലേ? ഈ UN രക്ഷാസേന ചേർന്ന പ്രധാനപ്പെട്ട ഈ യോഗത്തിൽ പ്രധാനമായി പറഞ്ഞത് ഒരു രാജ്യങ്ങളും ആണവ ആയുധങ്ങൾ ഉപയോഗിക്കരുതെന്നായിരുന്നു പ്രധാനപ്പെട്ട ഒരു വാദം. അതിലേക്ക് കടക്കാനുള്ള സാഹചര്യം നിലവിൽ ഇപ്പോൾ ഇല്ല. അതേസമയം തന്നെ ഇറാന്റെ കയ്യിലുള്ള ഉഗ്രശേഷിയുള്ള ആണവ ഉപകരണങ്ങൾ അത് അമേരിക്കയുടെ പ്രധാനപ്പെട്ട സൈനിക താവളങ്ങൾക്ക് വിശദിക്കാനുള്ള അല്ലെങ്കിൽ തൊടുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ ഉയർന്നു വരുന്നത്.
കഴിഞ്ഞ ദിവസം നടന്ന GCC രാജ്യങ്ങളിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങളിലേക്ക് നടന്ന ഒരു ആക്രമണം പോലെ ആയിരിക്കില്ല ഇനി തങ്ങളുടെ ആക്രമണം എന്നായിരുന്നു ഈ വിപ്ലവ സേനയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം നൽകിയ ഒരു മുന്നറിയിപ്പ്. ഇത് ഈ സാഹചര്യത്തിൽ ഈ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളെ ട്രംപ് ഫോണിൽ വിളിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇറാനെ നേരിടാൻ ഏത് രീതിയിലുള്ള സഹായവും ട്രംപ് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന മിഡിൽ ഈസ്റ്റിൽ നടന്ന ഇപ്പോൾ നമ്മളോടൊപ്പം രാഷ്ട്രീയ നയതന്ത്രജ്ഞനായ ഡോക്ടർ രാജഗോപാൽ കമ്മത്ത് കൂടി ചേരുകയാണ്. നമസ്കാരം ശ്രീ രാജഗോപാൽ കമ്മത്ത. എന്തായാലും ഏറെ സങ്കുചിതമായ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ലോകം തന്നെ ഒരു യുദ്ധത്തെ നോക്കിക്കാണുന്ന ഒരു സമയം തന്നെയാണിത്. അമേരിക്ക ഇസ്രായേൽ സംയുക്ത ഒരു ആക്രമണം നടക്കുന്നു. ഇറാന്റെ തന്നെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം, അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥിരീകരണമൊക്കെ പുറത്തു വരുന്ന ഒരു മണിക്കൂറുകൾ തന്നെയാണ് ഈ ഒരു നിമിഷം എന്ന് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇനി ഇറാന്റെ നിലപാട് എന്ത് എന്നതാണ് നമ്മൾ എല്ലാവരും നോക്കിക്കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു സാഹചര്യത്തെ വിലയിരുത്തുന്നത്? കഴിഞ്ഞ ഒരു 40 വർഷമായിട്ട് ലോകം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നത്തിന്റെ തുടർച്ചയാണ് നമ്മളിപ്പോൾ ഇറാനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അതുപോലെ ഈ ഫോസിൽ ഊർജത്തിന്റെ ആധിപത്യം, അതിന്റെയും ഒരു കാരണം ഇതിനകത്തുണ്ട്. ആദ്യമായിട്ട് പറയാനുള്ളത് ആഗോള സമ്പദ് വ്യവസ്ഥ എങ്ങനെ ഇവരെ ഇത്തരത്തിലുള്ള രാജ്യങ്ങളെ ഒരു ഭീഷണിയായിട്ട് കാണുന്നു എന്നുള്ളതാണ്. നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 8-9 രാജ്യങ്ങൾ ചില നിശ്ചിത സ്ഥാപിത താല്പര്യക്കാരുടെ കാര്യങ്ങൾക്ക് വഴങ്ങാതെ പോകുന്നുണ്ട്. ചില രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, സുഡാൻ, ലിബിയ, ക്യൂബ, നോർത്ത് കൊറിയ, ഇറാൻ, റഷ്യ, അങ്ങനെ തുടങ്ങിയ രാജ്യങ്ങളിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ കഴിഞ്ഞ 2 ദശകങ്ങളായിട്ട് ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, ലിബിയ തുടങ്ങിയ ഇടങ്ങളിലെല്ലാം അവിടുത്തെ ഭരണാധികാരികളെല്ലാം പുറത്താക്കി ചില രാജ്യങ്ങൾക്ക് താല്പര്യമുള്ള ഭരണാധികാരിയെ പുനഃപ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇറാനിലും അതുതന്നെയാണ് നടക്കുന്നത്. അപ്പൊ അവിടെ ഒരു ജനാധിപത്യ രാഷ്ട്രമല്ല, പക്ഷെ അതൊരു പരമാധികാര പ്രദേശമാണ്. കാരണം അതൊരു രാഷ്ട്രമാണ്. അവർക്ക് സ്വന്തമായ താല്പര്യങ്ങളും അവിടെ ജനങ്ങളും ഉണ്ട്. അവർക്ക് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. അതുമാത്രമല്ല, ഇപ്പൊ കൊല്ലപ്പെട്ടു എന്ന് പറയപ്പെടുന്നത് അവരുടെ ഒരു റിലീജിയസ് ലീഡറും കൂടാണ്. അപ്പം ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറി ഈ രീതിയിലുള്ള ആക്രമണം നടത്താനായിട്ടുള്ള അനുമതി ആരും നൽകിയിട്ടില്ല. എന്നെ ഏറ്റവും ഭയപ്പെടുത്തുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ യുണൈറ്റഡ് നേഷൻസ് നിശബ്ദമായിരിക്കുന്നതാണ്. അത്തരത്തിലുള്ള ഒരു സംഘടന നിലനിൽക്കുന്നേ ഇല്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവരെ ഒരു ചെറുവിരൽ പോലും ഇതിനനക്കിയിട്ടില്ല. സാധാരണ അവര് തുടർച്ചയായിട്ട് പ്രസ് റിലീസുകൾ ഇറക്കുന്ന ഒരു പ്രസ് റിലീസ് ഫാക്ടറിയാണ് യുണൈറ്റഡ് നേഷൻസ്. പക്ഷെ അവരൊരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല. ഒരു പ്രസ്താവന പോലും സെക്രട്ടറി ജനറലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്നുള്ളത് വ്യക്തമല്ല. കാരണം ഈ പ്രശ്നത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് UN സെക്യൂരിറ്റി കൗൺസിലില് പ്രമുഖ സ്ഥാനം വഹിക്കുന്ന പല രാജ്യങ്ങളുമാണ്. പ്രമുഖ സ്ഥാനങ്ങൾ വഹിക്കുന്ന രാജ്യങ്ങളാണ് ഇതിലിപ്പോ ഉൾപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം ചൈനയും റഷ്യയും മറുഭാഗത്തുണ്ട്, അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇറാനെ. US ആണ് മറ്റൊരു ഭാഗത്ത്. ഇതിനിടയ്ക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട്. കുറച്ചു നാൾ മുമ്പ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ കുറച്ച് ഗവേഷകർ ചേർന്നൊരു പഠനം നടത്തിയിരുന്നു. ആഗോള സമ്പദ് വ്യവസ്ഥയും ഊർജത്തിന്റെ കൈമാറ്റവും ഒക്കെ എങ്ങനെയിരിക്കും, ലോകത്തിന്റെ സ്ഥിതി എന്തായിരിക്കും എന്നുള്ള രീതിയിലൊരു പഠനമായിരുന്നു. വേൾഡ് 3 മോഡൽ എന്നാണ് പറയുന്നത്. അപ്പൊ അവര് പ്രവചിച്ചതനുസരിച്ച് 2040 വളരെ വലിയൊരു മാറ്റമാണ് ലോകം അഭിമുഖീകരിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഈ ഊർജത്തിന്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് ഫോസിൽ ഊർജത്തിന്റെയും മറ്റും. അപ്പം ഈ ഊർജത്തിന്റെ കാര്യങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഗ്രീൻലാൻഡിലേക്ക് പ്രത്യേകം ശ്രദ്ധ. 150 വർഷമായിട്ട് അത് കൈക്കലാക്കാൻ നോക്കിക്കൊണ്ട് ഇപ്പോൾ പ്രത്യേക താല്പര്യം വന്നിരിക്കുന്നത് അതുകൊണ്ടാണ്. കാനഡ, ഗ്രീൻലാൻഡ്, പിന്നെ ഉക്രൈൻ എന്ന് പറയുന്നത് ധാതുക്കളിൽ സമ്പന്നമായിട്ടുള്ള ഒരിടമാണ്. അപ്പോൾ ഇതിന്റെ എല്ലാം തുടക്കം കുറിച്ചു. നമ്മൾ കോവിഡിന് ശേഷം വിചാരിച്ചു ലോകം കുറച്ചുകൂടി നല്ലൊരു ഇടമായി മാറും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായിട്ട് ഇതിന് തുടക്കമിട്ടത് റഷ്യയാണ്. റഷ്യ ഉക്രൈനിലേക്ക് കടന്നു കയറിയിട്ട് ആ യുദ്ധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
ലക്ഷങ്ങൾ കൊല്ലപ്പെട്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൃത്യമായ വിവരങ്ങൾ നമുക്ക് അറിവില്ല. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലും പിന്നെ അഗ്രഷൻ, പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള അഗ്രഷൻ ഇന്ത്യയിലേക്കുണ്ടായി. ലിബിയയിലും സുഡാനിലും സിറിയയിലും മറ്റിടങ്ങളിലും യമനിലും ഒക്കെ ആക്രമണങ്ങളുണ്ടായി. നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഊർജത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ ഫോസിൽ ഊർജം പോകുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. അപ്പൊ അതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക, അത് കൈക്കലാക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഈ സ്ഥാപിത താല്പര്യക്കാരായ USA പോലുള്ള രാജ്യങ്ങൾക്കുള്ളത്. പിന്നെ ഈ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ കാര്യവും ഇതെല്ലാം കൂടി കൂടിച്ചേർന്നാണ് അവരുടെ താല്പര്യത്തിലുള്ള ഒരു ഭരണകൂടത്തെ പ്രതിഷ്ഠിക്കണം എന്നുള്ളൊരു താല്പര്യത്തിന്റെ ഫലമായിട്ടാണ് ഈ ഒരു ആക്രമണവും അതിന്റെ പ്രതിഫലനങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ആക്രമണങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോ ഉടനെ ഒന്നും നിലയ്ക്കുന്ന ലക്ഷണം കാണുന്നില്ല. ധാരാളം കുട്ടികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് കാണുന്നത്. 85ഓളം കുട്ടികൾ ഇറാനിലെ ഒരിടത്ത് മാത്രം കൊല്ലപ്പെട്ടു എന്നാണ് കാണുന്നത്. അപ്പൊ അതൊരു വളരെ അപലപനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏത് രാജ്യമായിരുന്നാലും ഇത്തരത്തിലുള്ള സിവിലിയൻസിന്റെ നേരെയുള്ള ഒരാക്രമണവും പാടില്ല ശരിക്കും. കാരണം നമ്മൾ ഇത്രത്തോളം വിദ്യാസമ്പന്നരും പുരോഗമന ചിന്താഗതിക്കാരുമായിട്ടുള്ള ഒരു ലോകം നിലനിൽക്കുമ്പോൾ ഈ രീതിയിലുള്ളൊരു ആക്രമണം നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പോലും പറ്റില്ല. ഒരു ചെറിയൊരു ആക്രമണം പോലും ഡിഫെൻഡ് ചെയ്യാം. ഒരു രാഷ്ട്രത്തെ തീർച്ചയായിട്ടും മറ്റ് ശക്തികളിൽ നിന്ന് നമുക്ക് ഡിഫെൻഡ് ചെയ്ത് നിൽക്കാം. പക്ഷേ ആക്രമണം നടത്തിയിട്ട് അവിടുത്തെ ഭരണാധികാരിയെ കൊല്ലുക, അത് അവിടെ മറ്റൊരു ഭരണകൂടത്തെ പ്രതിഷ്ഠിക്കുക, എന്നിട്ട് അവരുടെ താല്പര്യങ്ങൾ ഉള്ള രീതിയിൽ അവിടെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. USA എന്തുകൊണ്ടോ ഒരു തരം വിറളി പിടിച്ചിരിക്കുന്ന രീതിയിലാണ് USAയുടെ പെരുമാറ്റങ്ങൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കോവിഡിന് ശേഷമുള്ള ഈ രണ്ട് പ്രധാനപ്പെട്ട ലോകരാഷ്ട്രങ്ങളുടെ, അത് USAയുടെയും റഷ്യയുടെയും ചെയ്തികളെന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ്. നമ്മൾ USA മാത്രം കുറ്റം പറഞ്ഞാൽ പോരാ, ഇതിനകത്ത് റഷ്യയുണ്ട്, അനുബന്ധ രാജ്യങ്ങളുമുണ്ട്. അപ്പൊ അത് നമ്മൾ നേരിട്ട് കാണണം. നമ്മൾ റഷ്യ നല്ല ശമരിയാക്കാരനായിട്ട് നമ്മൾ കരുതേണ്ട ആവശ്യമില്ല. അവരാണ് ഇതെല്ലാം തുടങ്ങി വെച്ചത്. അപ്പോ ഈ രണ്ട് ലോകശക്തികള് എന്താണ് അവരുടെ ഉദ്ദേശം എന്നുള്ളത് നമുക്ക് വ്യക്തമാവുന്നുണ്ട്. ധാതു സമ്പത്ത് കൈക്കലാക്കുക, അവരുടെ രാജ്യത്തെ സുരക്ഷിതമാക്കുക, മറ്റു രാജ്യങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, അവരുടെ രാജ്യങ്ങളെ സുരക്ഷിതമാക്കുക, ആഗോള സമ്പദ് വ്യവസ്ഥ കൈക്കലാക്കുക, മറ്റൊരു രാജ്യത്തിനും ന്യൂക്ലിയർ എനർജി അല്ലെന്നുണ്ടെങ്കിൽ ആണവ ബോംബുകൾ കൈവശപ്പെടുത്താൻ ആ ഒരു അവസരം നിഷേധിക്കുക, അല്ലെങ്കിൽ അവര് ആണവ ബോംബ് വികസിപ്പിക്കുന്നതിൽ നിന്നും അവരെ തടയുക. കാരണം ഓരോ ആണവ ബോംബും ആ ലോകശക്തികളുടെ ഒരു മുന്നേറ്റത്തെ തടയുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നോർത്ത് കൊറിയയുടെ കാര്യം, നോർത്ത് കൊറിയയിൽ ആർക്കും കൈവെക്കാൻ പറ്റത്തില്ല. കാരണം തുടർച്ചയായിട്ട് അവിടെ ആണവ സമ്പുഷ്ടീകരണം നടക്കുകയും അവിടെ ആയുധങ്ങൾ വിപുലപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ആരെയും തൊടാൻ പറ്റത്തില്ല. അവിടെ ബാലിസ്റ്റിക് മിസൈലുകൾ, ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. അപ്പൊ ഇവിടുത്തെ പ്രധാന പ്രശ്നം നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ടതെന്ന് പറയുന്നത് ഇവിടുത്തെ ആണവ സമ്പുഷ്ടീകരണം നിർത്തിവെച്ചതിന് ശേഷം കീഴടങ്ങുക എന്നുള്ള രീതിയിലുള്ള സന്ദേശമാണ് കൊടുത്തത്. കാരണം അത് ഇസ്രായേലിന് ഭീഷണിയാണ്. ഇസ്രായേലിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇസ്രായേൽ വംശജരായിട്ടുള്ള ആളുകളാണ് ആഗോള സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നത്. അവരുടെ ഇൻഫ്ലുവൻസ് വേൾഡ് ബാങ്കിലും IMFലും ഒക്കെ ഉണ്ട്. പല രാജ്യങ്ങളുടെയും ബാങ്കുകൾ അവരുടെ നിയന്ത്രണത്തിലാണ്. പല രാജ്യങ്ങളിലെയും വളരെ വലിയ കോർപ്പറേറ്റുകളിൽ അവർക്ക് സാന്നിധ്യമുണ്ട്. ഇന്ത്യയിൽ പോലും ഇപ്പോ നമ്മുടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഒരു IPOയ്ക്ക് ഒരു ആഗോള സാമ്പത്തിക ശക്തിയുടെ ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്. അത് വളരെ ആശങ്കയോടെ ആണ് ഞാൻ നോക്കിക്കാണുന്നത്. കാരണം ഏത് രീതിയിൽ അത് നമ്മുടെ ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥയെ അത് ബാധിക്കും എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ആശങ്കയോടെ നോക്കിക്കാണുകയാണ്. അപ്പൊ ഇതൊരു വളരെ കളക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഇറാനിലെ ജനങ്ങൾക്ക് ഖമേനെയിയെ മാറ്റിക്കൊണ്ട് വേറൊരാളെ പ്രതിഷ്ഠിക്കുക എന്നുള്ളതിൽ താല്പര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരാൾക്ക് പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ കുറച്ചുനാൾ മുൻപ് നടന്ന ആ ഒരു പ്രശ്നങ്ങൾ നടന്നല്ലോ, അവിടെ ആഭ്യന്തര കലാപം പോലെയുള്ള കാര്യങ്ങളൊക്കെ നടന്നല്ലോ. അതിന്റെയൊക്കെ പിന്നിൽ എന്ന് പറയുന്നത് ഇന്റലിജൻസ് സംഘടനകളാണ്. മറ്റു രാജ്യങ്ങളുടെ ഈ ലോക ശക്തികളുടെ ഇന്റലിജൻസ് സംഘടനകളാണ് അതിന്റെ പിന്നിലുള്ളത്. മറ്റ് ഒരു
മറ്റൊരു ഗ്രൂപ്പിനെ അവിടെ പ്രതിഷ്ഠിക്കാം എന്നുള്ളൊരു വാഗ്ദാനവും കൊടുത്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് അഫ്ഗാനിസ്ഥാനിലും മറ്റിടങ്ങളിലും ഒക്കെ സംഭവിച്ചിട്ടുള്ളത്. ഇറാഖിന്റെ സ്ഥിതി നോക്കിക്കോളൂ, സദാം ഹുസൈനെ തൂക്കിക്കൊല്ലുകയാണ് ചെയ്തത്. അപ്പൊ അത് എന്തുകൊണ്ടാണെന്നുള്ളത് വ്യക്തമല്ല. ഇതിൽ ഏറ്റവും വലിയൊരു വാർ ക്രിമിനൽ എന്ന് പറയുന്നത് ഈ ലോക ശക്തികളുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ തന്നെയാണ്. എത്രത്തോളം ക്രിമിനൽ ആക്ടിവിറ്റിയാണ് ഈ ലോകത്തിന് നേരെ അവര് കഴിഞ്ഞ 25 വർഷം കൊണ്ട് വരുത്തി വെച്ചിട്ടുള്ളത്. നോക്കിക്കോളൂ, വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇറാഖിൽ വളരെ വലിയൊരു ആക്രമണമാണ് അഴിച്ചുവിട്ടത്. ആ രാജ്യം ഇല്ലാതായി എന്ന് വേണം പറയാൻ. അവിടുത്തെ ആ ഒരു ചരിത്രവും അവിടുത്തെ പുരാവസ്തുക്കളും എല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോയി. പല USA യൂറോപ്പിലെയൊക്കെ വളരെ വലിയ ധനികരായിട്ടുള്ളവരുടെ ആർട്ട് ഗാലറികളിൽ ഇറാഖിന്റെ ആ ഒരു പുരാവസ്തുക്കളുണ്ട്. 5000, 6000, 7000 വർഷം പഴക്കമുള്ള പുരാവസ്തുക്കൾ ആ ഗാലറികളാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സിവിലൈസേഷനെ തന്നെ തകർക്കുക എന്നുള്ളൊരു സംഭവമാണുള്ളത്. പിന്നെ ഇതിനകത്ത് മതപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് നമുക്കറിയാം ഏതൊക്കെ മതങ്ങളാണ് ഈ രാജ്യങ്ങളിൽ പ്രധാനമായിട്ടും നിലനിൽക്കുന്നത്. അപ്പൊ അതിനെതിരായിട്ടുള്ള ഒരു സമരം കൂടി അല്ലെങ്കിൽ ആക്രമണം കൂടി ഇതിന്റെ ഒപ്പമുണ്ട്. അപ്പൊ എല്ലാം കൂടിയാണ് ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു പരിണതി ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം ഹണ്ടിങ്ടന്റെ ഒരു പുസ്തകമുണ്ട്, ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് ആൻഡ് റീമേക്കിംഗ് ഓഫ് ദി വേൾഡ് ഓർഡർ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാവർക്കും അറിയാം. കാരണം ഇതിനെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഇത് എന്താണ് നടക്കുന്നത്. ഈ ഒരു അഗ്രഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ യുഎസിന്റെ ബേസുകൾ, അതായത് ഗൾഫ് രാജ്യങ്ങളിൽ മുഴുവൻ ഇന്നലെ ആക്രമണം ഉണ്ടായത് മുഴുവൻ യുഎസിന്റെ ബേസുകളിലാണ്. അവിടെ സിവിലിയൻസിനെ ആക്രമിച്ചിട്ടില്ല. ഇറാൻ ആക്രമിച്ചിട്ടുള്ളത് യുഎസിന്റെ ബേസുകളെ മാത്രമാണ്. അവരുടെ സാന്നിധ്യം എന്തിനാണ്? കാരണം എത്രയോ 2 കടലുകൾക്കപ്പുറമുള്ള ഒരു രാജ്യം എന്തിനാണ് ഈ സ്ഥലങ്ങളിൽ US ബേസുകൾ സ്ഥാപിക്കുന്നത്? കാരണം അവരുടെ കമ്പനികളുണ്ട്. അവിടെ ഏറ്റവും വലിയ കമ്പനി എന്ന് പറയുന്നത് US ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഗൾഫില് സൗദി അറേബ്യയില് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്, ഫോസിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ അതിനുള്ള സംരക്ഷണം, പിന്നെ അവിടുത്തെ ഈ ഫോസിൽ ഇന്ധനത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും കൈക്കലാക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. കാരണം അതിന് ആഗോള സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിക്കാനായിട്ടുള്ള ശേഷിയുണ്ട്. ഹോർമുസ് കടലിലേക്കും ആഗോള ചരക്ക് നീക്കവും അതുപോലെയുള്ള കാര്യങ്ങളും ആണ് ഈ ഒരു പരിണതിക്ക് കാരണമായിട്ടുള്ളത്. ഇത് ഇന്ത്യയെ ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല. കാരണം ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമാണ്. നമുക്കിവിടെ എല്ലാം ഉണ്ട്. നമ്മൾ കൃഷി അടിസ്ഥാനമായിട്ടുള്ള ഒരു രാഷ്ട്രമാണ്. അത് മാത്രമല്ല നമുക്കിവിടെ എല്ലാം ടെക്നോളജിയും ഉണ്ട്, ഡിഫൻസിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. സമ്പദ് വ്യവസ്ഥ വളരെ സുരക്ഷിതമാണ്. ഇന്ത്യക്ക് ഒരു രീതിയിലും ഭയക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയെ എല്ലാവരും നോക്കിക്കാണുന്നത്. ഈ അടുത്ത 1-2 ദശകങ്ങൾക്കുള്ളിൽ തന്നെ ഇന്ത്യ വളരെ വലിയൊരു സാമ്പത്തിക ശക്തിയായി മാറും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. മറ്റു രാജ്യങ്ങൾ ഇതുപോലെ തമ്മിലടിച്ച് അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. സർ, അതുപോലെ തന്നെ സാർ നേരത്തെ സൂചിപ്പിച്ചിരുന്ന ഒരു കാര്യം, ഈ സമ്പദ് വ്യവസ്ഥയുടെ കാര്യം തന്നെ. ഈ ഒരു യുദ്ധം ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഗൾഫ് മേഖലയിലടക്കം ഇറാൻ തുടരെ ആക്രമണങ്ങൾ നടത്തുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു സാമ്പത്തിക യുദ്ധത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നു എന്ന് നമുക്ക് പറയാനാകുമോ? സാമ്പത്തിക യുദ്ധം ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ 2-3 ദശകങ്ങളായിട്ട് ഈ സാമ്പത്തിക യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ഊർജം കൈപ്പിടിയിലാക്കുക എന്നുള്ളതാണ്. അതുപോലെ ധാതു സമ്പത്ത്, ഈ ധാതു സമ്പത്തും ഊർജവുമാണ് ശരിക്കും ഇനി ലോകത്തെ നയിക്കാൻ പോകുന്നത്. ആരുടെ കയ്യിൽ? അതുകൊണ്ടാണ് ഈ മൂൺ മിഷൻസ് ഒക്കെ നടക്കുന്നത്. ചന്ദ്രനിലേക്കൊക്കെ പോകാൻ താല്പര്യം കാണിക്കുന്നതാണ്. ചന്ദ്രനിൽ പോവുക, അവിടുത്തെ ധാതു നിക്ഷേപങ്ങൾ സ്വന്തമാക്കുക. അതുപോലെ തന്നെ ആസ്ട്രോയിഡുകൾ, അതായത് ഈ എന്താണ് പറയാ, ചിഹ്നഗ്രഹങ്ങള്, അത് ധാതു സമ്പത്തിന്റെ കലവറയാണ് ഈ ചിഹ്നഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അതിനെ എക്സ്പ്ലോർ ചെയ്യുക, അങ്ങനെ അവിടെ നിന്നും ധാതു സമ്പത്ത് സമ്പാദിക്കുക. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം വരുന്നത്. ഇപ്പൊ കാശ്മീരിൽ തന്നെ ഇപ്പൊ ലിഥിയം ഡെപ്പോസിറ്റ്സ് കണ്ടെത്തിയിട്ടുണ്ട്, വളരെ വലിയ തോതിലുള്ള. അപ്പൊ അതുകൊണ്ട് കാശ്മീർ വീണ്ടും ഇപ്പൊ ശ്രദ്ധാകേന്ദ്രമായിരിക്കുകയാണ്. നമുക്ക് ഒരിക്കലും കാശ്മീർ ഒഴിവാക്കാൻ പറ്റില്ല. കാശ്മീരും അനുബന്ധ പ്രദേശങ്ങളും അതൊക്കെ ഇന്ത്യയുടെ ഭാഗം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അതിനിപ്പോ ആര് അത് പറഞ്ഞാലും ശരി തന്നെ.
എന്ത് സംഭവിച്ചു? US-ന്റെ ഒരു ടാരിഫ് വന്നിട്ട് എന്ത് സംഭവിച്ചു? ഇന്ത്യക്കൊന്നും സംഭവിച്ചില്ല. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ കുറച്ചുകൂടി സ്ട്രോങ് ആയി. നമുക്കറിയാം, നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മറ്റ് ഇടങ്ങളും. ഇപ്പൊ ആഫ്രിക്കയെ വെറുതെ വിട്ടിരിക്കുകയാണ്. ഇപ്പം അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ആഫ്രിക്കയാണ്. അവിടെ ധാതു സമ്പത്തുണ്ട്, വളരെ വലിയ ധാതു സമ്പത്താണ് ഉള്ളത്. അപ്പൊ അത് ലക്ഷ്യം വെച്ചിരിക്കുകയാണ്. ആദ്യം ഈ ധാതു സമ്പത്തും ഊർജവും വെച്ചുകൊണ്ട് മറ്റുള്ളവരെ ചിട്ട പഠിപ്പിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളെ കൈപ്പിടിയിലാക്കുക എന്നുള്ളതാണ് ഇവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളെ, മിഡിൽ ഈസ്റ്റ് മൊത്തം തകർക്കുക എന്നുള്ളതാണ്. അത് മതപരമായിട്ടുള്ള കാരണങ്ങൾ അതിനകത്തുണ്ട്. നിർദ്ദേശങ്ങൾ വളരെ വലിയ ഉയരങ്ങളിൽ നിന്നാണ് ഇതിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ വരുന്നത്. പിന്നെ അത് മാത്രമല്ല, കുറച്ച് പേരടങ്ങുന്ന ഗ്രൂപ്പുകളുണ്ട്. ഒരു 5 or 6 വലിയ ബിസിനസ് ഗ്രൂപ്പുകളാണ് ലോകത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റുകളെയും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെയും ബാങ്കുകളെയും കൈകാര്യം ചെയ്യുന്നത്. അവരുടെ സ്വാധീനം അതിനകത്തുണ്ട്. ഇന്ത്യയും ഇപ്പോ അതിന് വശംവദരായിരിക്കുകയാണ്. അതൊരു വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് റോത്ത്ചൈൽഡ് ഫാമിലി എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പുകൾ, അവര് ഭരണാധികാരികളെ നിശ്ചയിക്കും. ആരെയാണ് ഭരിക്കേണ്ടത് എന്നവർ നിശ്ചയിക്കും. USA ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ആരാണ് ഭരിക്കേണ്ടതെന്ന് ഇത്തരക്കാരാണ് തീരുമാനിക്കുന്നത്. ഇപ്പോ 1900-ത്തിന്റെ തുടക്കം മുതൽ തന്നെ ഈ രീതിയിലുള്ള ഗ്രൂപ്പുകൾ സജീവമായിട്ടുണ്ട്. അപ്പൊ അവര് തന്നെ ഈ ലോക മഹായുദ്ധങ്ങളെ ഫൈനാൻസ് ചെയ്തിട്ടുണ്ട്. ചില രാഷ്ട്രങ്ങൾക്ക് സാമ്പത്തിക സഹായം കൊടുത്തിട്ടുണ്ട് ആ സമയത്ത്. കാരണം പിന്നീട് അവര് അധികാരത്തിൽ വരുമ്പോൾ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കൂ എന്നുള്ള രീതിയിൽ ഈവൻ റഷ്യയിൽ പോലും, സോവിയറ്റ് യൂണിയനിൽ പോലും അവരുടെ ഇൻഫ്ലുവൻസ് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. നമ്മളൊരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പരിശോധിച്ചു കഴിഞ്ഞാല് ഈ സമ്പത്താണ് ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത്. ഈ ആയുധം, എണ്ണ, ന്യൂക്ലിയർ എനർജി, ഇതാണ് ലോകത്തെ ഇപ്പൊ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനു വേണ്ടിയുള്ള ആധിപത്യത്തിന്റെ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതാണ് അതിന്റെ കൂടെ തന്നെ ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത് ധാതു സമ്പത്താണ്. ധാതു സമ്പത്തുള്ള രാഷ്ട്രങ്ങളെ ലക്ഷ്യം വെക്കുക എന്നുള്ള സംഭവമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വോൾട്രി മോഡല് യഥാർത്ഥമാവുകയാണെങ്കിൽ വളരെ വലിയൊരു പ്രശ്നത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് USA ഇപ്പോ മൈഗ്രൻസിനെ എല്ലാം പുറത്തു കളയണം എന്നുള്ളൊരു ഇതിൽ വന്നിരിക്കുന്നത്. നമുക്കിവിടെ വലിയ വികസനമൊന്നും ഉണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ ആൾക്കാരെ സംരക്ഷിക്കുക എന്നുള്ള രീതിയിലാണ് മൈഗ്രൻസിനെ അവിടെ നിന്ന് പുറത്തു കളയാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം ആളുകളെ കുറയ്ക്കുക എന്നുള്ളത്. കാരണം അത്രത്തോളം ഊർജം സേവ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമാണ് USA പോലുള്ള രാഷ്ട്രങ്ങൾ നോക്കിക്കാണുന്നത്. അതുകൊണ്ടാണ് ഈ കാനഡ ഞങ്ങൾ അടുത്ത സ്റ്റേറ്റ് ആണ്, ഗ്രീൻലാൻഡ് ഞങ്ങളുടേതാണ്, പിന്നെ സൗത്ത് അമേരിക്ക മുഴുവൻ ഞങ്ങളുടേതാക്കും എന്നുള്ള രീതിയിലുള്ള ഭീഷണികളൊക്കെ വരുന്നത്. അവർക്ക് ചെയ്യാൻ മടിയില്ല. കാരണം അവരുടെ കയ്യിൽ ധാരാളം ആയുധമുണ്ട്. മറ്റൊന്ന് പറയാനുള്ളത് അവരുടെ ഡോളർ പ്രിന്റിങ്ങിന്റെ കാര്യമാണ്. ഈ ഡോളർ പ്രിന്റിംഗ് നമുക്ക് ഇഷ്ടംപോലെ ഡോളർ പ്രിന്റ് ചെയ്യാം, എത്ര ഡോളർ വേണമെങ്കിലും പ്രിന്റ് ചെയ്യാം. അപ്പൊ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് ഡോളർ വിനിമയമാണ്. അതിനുള്ള മാറ്റങ്ങൾ ഇപ്പൊ കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതൊരു ഭീഷണിയാണ്. ഇപ്പൊ നമ്മുടെ ബ്രിക്സിന്റെ കറൻസിയും മറ്റും ഒക്കെ ഭീഷണിയാണ്. ഇറാഖിന്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഡോളറിന്റെ ആ ഒരു ആധിപത്യം അവസാനിപ്പിക്കാനായിട്ട് സദാം ഹുസൈൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹം കൊല്ലപ്പെടുന്നതിന് അദ്ദേഹം അധികാരത്തിലിരിക്കുമ്പോൾ അതിനുവേണ്ടി ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത് കൊല്ലപ്പെട്ടത്. ആ സംഭവങ്ങളൊക്കെ ഉണ്ടായത് അതുകൊണ്ടാണ്. ജോൺ എഫ് കെന്നഡി ഇതുപോലെ തന്നെ മുൻ പ്രസിഡന്റ്, US പ്രസിഡന്റ് കൊല്ലപ്പെട്ടതും ഇതുപോലൊരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അടുത്തതായി അന്ന് അധികാരമായിട്ട് ജെഫർസൺ ജോൺ എഫ് കെന്നഡി എടുത്ത തീരുമാനത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. മറ്റു ആളുകളുടെ ഒരു താല്പര്യത്തിനനുസരിച്ച് അത് മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. അത് ചരിത്രമാണ്, നമുക്കറിയാം. അതിന്റെ കാര്യം തന്നെയാണ് ഇപ്പൊ സ്വന്തം പ്രസിഡന്റിനെ തന്നെ വധിക്കാൻ ഒരു മടിയുമില്ലാത്ത കാബാലികരാണ് ഈ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന ഗ്രൂപ്പുകൾ. അത് നമുക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ഇന്ത്യ അധികം ഇതിലേക്ക് ഈ ചതിക്കുഴികളിലേക്ക് വീഴാതിരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇന്ത്യയിൽ പല കോർപ്പറേറ്റുകളുടെ മെജോറിറ്റി ഷെയർസും ഈ രീതിയിലുള്ള ഗ്രൂപ്പുകളുടെ കയ്യിലാണ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ചെല്ലപ്പേരിലാണ് ഈ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് നടക്കുന്നത്. അവർ തന്നെയാണ് നമ്മുടെ ഇവിടെ ഇപ്പോഴത്തെ അൾട്രാ പ്രോസസ്ഡ് ഫുഡ്സ്, USA നിന്നൊക്കെ എത്തുന്ന GMO ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ്സും അൾട്രാ പ്രോസസ്ഡ് ഫുഡ്സും ഇവിടെ അതിന്റെ പ്രളയം സൃഷ്ടിക്കാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യയിലെ കർഷകരെ വളരെ ദോഷകരമായിട്ട് ബാധിക്കും.
നമ്മളിപ്പോ തന്നെ സൂപ്പർ മാർക്കറ്റ് ഷെൽഫുകളിൽ ഇമ്പോർട്ടഡ് എന്ന് പറയുന്ന വസ്തുക്കളിൽ ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ധാരാളം വസ്തുക്കളുണ്ട്. അതുപോലെ നമ്മൾ കഴിക്കുന്ന പല ധാന്യങ്ങളിലും ചിലപ്പോൾ ഉണ്ടാകാം. അതുപോലെ യുഎസിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തെത്തുന്ന മറ്റു രാഷ്ട്രങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തെത്തുന്നവയിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ്സും ഉണ്ടാകാം. അതുപോലെ ഫാക്ടറികളിൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഭക്ഷണവും നമ്മുടെ കയ്യിലെത്തുന്നു. ഇപ്പൊ ചിപ്സും ഒക്കെ ഉണ്ടല്ലോ, അതിന് പേരൊന്നും ഞാൻ പറയുന്നില്ല. ധാരാളം ചിപ്സുകളുണ്ട്. അതൊക്കെ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന ചിപ്സുകൾ, ഇൻഡസ്ട്രിയൽ മെയ്ഡ് ചിപ്സ് ആണ്, ആർട്ടിഫിഷ്യൽ ആണ്, കൃത്രിമമാണ് അതൊക്കെ. അപ്പോ നമ്മുടെ ഈ ജെൻസിയുടെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അതിന് വശംവദരായിക്കൊണ്ടിരിക്കുകയാണ്. അത് എളുപ്പവും അഡിക്ഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഭക്ഷണമാണ്. അപ്പോ നമ്മുടെ ഭക്ഷ്യ രീതികളെയും സ്വാധീനത്തിലാക്കുക, ഊർജത്തെയും സ്വാധീനത്തിലാക്കുക, സമ്പദ് വ്യവസ്ഥയും സ്വാധീനത്തിലാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഇവര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് IT മേഖലയുടെ ഒരു കാര്യമാണ്. IT മേഖല എന്ന് പറയുന്നത് എല്ലാവരുടെയും ഇപ്പൊ ഒരു സ്മാർട്ട് ഫോൺ ഉള്ള ആളുടെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ എക്സ്പോസ്ഡ് ആണ്. നമ്മൾ എന്ത് ചിന്തിക്കുന്നത് പോലും ആളുകൾക്ക് അറിയാനായിട്ടുള്ള മാർഗമുണ്ട്. അപ്പൊ അത് വളരെ വലിയൊരു പ്രശ്നമാണ്. കാരണം ഏത് രീതിയിലാണ് ആളുകൾ ചിന്ത പോകുന്നത്, അതിനെ സ്വാധീനിക്കാൻ എന്ത് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദുസ്വാധീനം ഉണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ചിന്തയാണ് പോകുന്നത്. വളരെ വലിയൊരു സിനാറിയോ പ്ലാനിംഗ് ആണ് ഇവർ നടത്തുന്നത്. 100 വർഷത്തെയോ അടുത്ത 150 വർഷത്തെയോ സിനാറിയോ പ്ലാനിംഗ് ആണ് ഈ രീതിയിലുള്ള ബിസിനസ് ഗ്രൂപ്പുകളും ഈ ഇതിന് ലോക സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന ഗ്രൂപ്പുകൾ നടത്തുന്നത്. അത് ഓരോന്നായിട്ട് അവർ നടപ്പിലാക്കുകയും ചെയ്യും. അത്തരം ഫാമിലികളൊന്നും ഈ മുഖ്യധാര മാധ്യമങ്ങളിലോ മറ്റോ അവർ ഒരിക്കലും പ്രത്യക്ഷപ്പെടാറില്ല. കാരണം അവർക്ക് പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് അവരുടെ സമ്പത്ത് വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കുക. ഇപ്പൊ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ, ഒരു കാലത്ത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ സ്വർണ്ണശേഖരം മൊത്തം ഒരു ബിസിനസ് ഗ്രൂപ്പിന്റെ കയ്യിലായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ എടുത്തുകൊണ്ട് പോയിട്ടുള്ളത് സ്വർണമാണ്. അപ്പോ അത് പിന്നീടുള്ള ഒരു ലോകക്രമത്തെ അത് വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഈ രീതിയിലുള്ള കവർച്ചയും ഒരു ചെറിയ രാഷ്ട്രമായിട്ടുള്ള UK എന്തുകൊണ്ട് ഈ രീതിയിലുള്ളൊരു ശക്തിയായി എന്നുള്ളത് നമുക്കെല്ലാം വ്യക്തമാണ്. ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും ഒക്കെ ഞാൻ പോയപ്പോൾ അവിടുത്തെ ഈ വലിയ മരപ്പലകകൾ കൊണ്ടിട്ടുള്ളതായിട്ടുള്ള ഡെസ്കുകൾ, യൂണിവേഴ്സിറ്റികളുടെ ഡെസ്കുകൾ, അതെല്ലാം കേരളത്തിൽ നിന്ന് പോയിട്ടുള്ളതാണ്. കേരളത്തിലെ വനങ്ങളിൽ നിന്നും വെട്ടിക്കൊണ്ട് കപ്പൽ വഴി എത്തിയിട്ടുള്ളതാണ് ആ വലിയ മരപ്പലകകൾ. അത് വെച്ചിട്ടാണ് ഡെസ്കുകൾ. അതും എത്രയോ വർഷം പഴക്കം, 100, 200, 300 വർഷം പഴക്കമുള്ള മരപ്പലകകളാണ്, ഇവിടുത്തെ വൃക്ഷങ്ങളാണ് അവിടെ ഡെസ്കുകളും ഒക്കെ ആയിട്ടുള്ളത്. അപ്പോ ഈ രീതിയിലാണ് കവർച്ചയാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ലൂവർ മ്യൂസിയത്തിൽ പോവാണ്. ഇപ്പൊ പാരീസിലെ ലൂവർ മ്യൂസിയത്തിൽ പോവുകയാണെങ്കിൽ അവിടുത്തെ ആളുകൾ സൃഷ്ടിച്ചിട്ടുള്ള പെയിന്റിങ്ങുകളെക്കാൾ ഏറ്റവും കൂടുതലുള്ളത് മറ്റു രാഷ്ട്രങ്ങളിൽ നിന്നും കവർന്നെടുത്തുകൊണ്ട് വന്നിട്ടുള്ളവയാണ്. അപ്പോ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ചരിത്രം ഒരിക്കലും പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഇന്ത്യക്കാണെന്നുണ്ടെങ്കിൽ എത്രയോ വർഷത്തെ, സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള ചരിത്രവും പാരമ്പര്യവും ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഇടങ്ങളെ നിഷ്പ്രഭമാക്കുക എന്നുള്ള ഉദ്ദേശമാണ്. ഇറാഖിന്റെ കാര്യം എടുത്താലും ഇറാന്റെ കാര്യം എടുത്താലും മിഡിൽ ഈസ്റ്റിന്റെ പ്രധാനപ്പെട്ട ഇടങ്ങൾ, ഇപ്പൊ ലിബിയ, സിറിയ, ലെബനോൺ തുടങ്ങിയ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവർക്കൊക്കെ വളരെ വലിയൊരു ചരിത്രമുള്ള രാജ്യങ്ങളാണ്. അപ്പൊ അത്തരത്തിലുള്ള ചരിത്രമുള്ള രാജ്യങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളൊരു പരിശ്രമം കൂടി ഇതിനകത്തുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇതൊരു ലോകത്തെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമല്ല ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പൂർണ്ണമായിട്ടും ചില സ്ഥാപിത താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനായിട്ട്, അവിടുത്തെ ജനങ്ങളുടെ മേളിൽ അടിച്ചേൽപ്പിക്കാനും ലോകത്തിന്റെ മേളിൽ അടിച്ചേൽപ്പിക്കാനുമായിട്ടുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് അവരുടെ എല്ലാ പ്രോഗ്രാമുകളിലും, ഇപ്പൊ ഈവൻ സ്പേസ് മിഷനുകളിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ഒരു നല്ല സൂചനയല്ല. അപ്പൊ എല്ലാ രാഷ്ട്രങ്ങളും അതിനെക്കുറിച്ച് ബോധവാന്മാരാകുക, ജനങ്ങൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാകുക. ഞാൻ ശ്രദ്ധിക്കുന്നത് ഇറാനിലെ ജനങ്ങൾ എന്താണ് പറയുന്നത് എന്നുള്ളതാണ് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ്. അപ്പൊ അതാണ്, അവർക്ക് വലിയ വാഗ്ദാനങ്ങളെ കൊടുത്തിട്ടുണ്ടാവും. അവിടെ റീസ്ട്രക്ചറിംഗ് എന്ന് പറയുന്ന ഏർപ്പാട്, അതിനുവേണ്ടി കുറെ കമ്പനികൾ, US കമ്പനികൾ വന്ന് അവിടെ ലാൻഡ് ചെയ്യും. അവരിത് ദശകങ്ങളോളം അവിടുത്തെ സമ്പത്ത് ഊറ്റിക്കൊണ്ടു പോകും. അത് തന്നെയാണ് ഈ മിഡിൽ ഈസ്റ്റ്, സൗദി അറേബ്യ, മറ്റു UAE തുടങ്ങിയ രാജ്യങ്ങളൊക്കെ എതിർക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അവരിപ്പോ കുറച്ച് സൂക്ഷിച്ച് ഇരിക്കുകയാണ്. പക്ഷെ എന്നിരിക്കലും അവരുടെ US-ന്റെയും മറ്റുമൊക്കെ ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ട് ആ ഇടങ്ങളിലുണ്ട്. അത് ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഈ രീതിയിലുള്ള ഒരു ലോകക്രമം നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് ഒരു കാലത്തും US പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ലോകക്രമം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം
മറ്റു രാഷ്ട്രങ്ങളെല്ലാം, ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള മറ്റു രാഷ്ട്രങ്ങളെല്ലാം വളരെ മുന്നേറി കഴിഞ്ഞു. ഇത് മിക്കവാറും US എന്ന് പറയുന്ന ഒരു ബുള്ളി രാഷ്ട്രത്തിന്റെ ആ ഒരു മുന്നേറ്റത്തിന്റെ ഒടുക്കമായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ തുടക്കമായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു ധാർഷ്ട്യം ആർക്കും പാടില്ല. ഈ രീതിയിലുള്ള ഒരു വേൾഡ് കോപ്പ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വേൾഡ് പോലീസ് എന്ന് പറയുന്ന രീതിയിലുള്ള ധാർഷ്ട്യമൊന്നും ആർക്കും പാടില്ല. ആണവ ആയുധങ്ങളുണ്ടാവാം, ഓയിലുണ്ടാകാം, അല്ലെന്നുണ്ടെങ്കിൽ ന്യൂക്ലിയർ എനർജി ഉണ്ടാവാം. അതുകൊണ്ട് മറ്റു രാജ്യങ്ങളുടെ അകത്ത് കടന്നു കയറിയിട്ട് അവിടുത്തെ ആളുകളെ കൊല്ലുക, സിവിലിയൻസിനെ കൊല്ലുക എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഖമനയെ കൊന്നത് ഓക്കെ, പക്ഷെ ഈ കുട്ടികളെ കൊന്നതോ? കുട്ടികളുടെ സ്കൂളിലാണ് ബോംബിടുന്നത് ഇസ്രായേല്. അത് കണ്ണിൽ ചോരയില്ലാത്ത ഒരു കാര്യമാണ്. പണ്ടത്തെ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിലെ ആ സമയത്ത് ജപ്പാന്റെ രീതി പോലെയാണ്. അവർ വളരെ ക്രൂരരായിരുന്നു, ജപ്പാൻകാർ വളരെ ക്രൂരരായിരുന്നാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ അതേപോലുള്ള ക്രൂരതയാണ് ഇപ്പോൾ ഇസ്രായേലും USA ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഒരാൾ പോലും മരണപ്പെടാൻ പാടില്ല. ഈ രീതിയിലുള്ള അവസ്ഥയിൽ, നമ്മൾ ഇത്രയും പുരോഗമിച്ച അവസ്ഥയിൽ, സിവിലൈസ്ഡ് ആയി എന്ന് നമ്മൾ അഭിമാനിക്കുന്ന ഒരു അവസ്ഥയിൽ ഒരാൾ പോലും കൊല്ലപ്പെടാൻ പാടില്ല. എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അത് ഏത് രാഷ്ട്രക്കാരനായിരുന്നാലും, ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളായിരുന്നാലും, എത്ര ധനികനായിരുന്നാലും, എത്ര ദരിദ്രനായിരുന്നാലും അവർക്കൊക്കെ ലോകത്തിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. എല്ലാ ജീവികൾക്കും ലോകത്തിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതിന് ആർക്കും അതിൽ കൈകടത്താനുള്ള ഒരു അധികാരമില്ല. അത് മാനവികതയ്ക്ക് നേരെയുള്ള ഒരു കയ്യേറ്റ ശ്രമമായിട്ടാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ കാണുന്നത്. വളരെ ശക്തമായിട്ട് നമുക്കിതിനെ അപലപിക്കേണ്ടതുണ്ട്. എന്തായാലും നമുക്കിത് തൽക്കാലം ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കിതൊക്കെ ഒരു നിരീക്ഷിച്ചുകൊണ്ടിരിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം നമ്മുടെ ഇൻഫ്ലുവൻസ്, ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഇൻഫ്ലുവൻസ് വളരെ കുറവാണ്. ഇത്തരത്തിലുള്ള ബുള്ളിങ്, ഈ രീതിയിലുള്ള ബുള്ളിങ് മാത്രമല്ല, ഇതിപ്പം ഒരു വയലൻസിലേക്ക് പോയി, വളരെ എക്സ്ട്രീം വയലൻസിലേക്ക് പോയി. അതൊന്നും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അതൊരു മോശമായി പോയി, വളരെ മോശമായി പോയി എന്നുള്ളതാണ് UN നിലപാടിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു സംഘടന ഇനി ആവശ്യമില്ല. നമുക്ക് UN എന്ന് പറയുന്ന സംഘടനയുടെ ആവശ്യമില്ല. അത് പിരിച്ചുവിടുന്നതാണ് നല്ലത്. അത്തരത്തിലുള്ള സംഘടന ആവശ്യമില്ല. വെറുതെ എന്തിനാണ് നമ്മുടെ മീഡിയയുടെ സ്പേസ് അതിന് വേണ്ടി കളയുന്നത്? UN സെക്രട്ടറി ജനറൽ പ്രസ്താവന ഇറക്കുന്നു, 5 വാർത്ത വരുന്നു, അവര് പ്രസ് കോൺഫറൻസുകൾ നടത്തുന്നു, കുറെ പേര് അവിടെ പോയി പ്രസംഗം നടത്തുന്നു. എന്ത് പ്രയോജനം? ഈ ആളുകളെല്ലാം അവിടെ പോയി പ്രസംഗിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ ലിബിയയിലെ ലീഡറും ഇറാന്റെ ലീഡറും ഒക്കെ UN പോയി സംസാരിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ചിന്തിക്കുന്ന ആളുകളാണുള്ളത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? അവരെവിടെ പോയി? അപ്രത്യക്ഷരായല്ലോ ഈ സംഭവം നടക്കുമ്പോൾ. അതുപോലെ റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്ന അവരെന്താണ് ചെയ്തത്? അവർ മിണ്ടാതിരുന്നു. എന്താണ് അവരെ കൊണ്ടുള്ള ആവശ്യം? അതുകൊണ്ട് അത് പിരിച്ചുവിടുന്നതാണ് നല്ലത്. ഇറ്റ് ഈസ് യൂസ്ലെസ്. ലിറ്ററലി അതൊരു ഉപയോഗമില്ലാത്തൊരു സംഘടനയായിട്ട് മാറിക്കഴിഞ്ഞു. വെറുതെ അതിനുവേണ്ടി സമയവും സ്പേസും പാഴാക്കേണ്ട ആവശ്യമില്ല. അതാണിപ്പോ ചെയ്യേണ്ടത്. ഏതായാലും USA എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു അഗ്രഷൻ ഉടൻ തന്നെ ഇവർ നിർത്തണം. ലോകത്തെ സമാധാനമുള്ള ഒരു ഇടമായി തീർക്കണം. എല്ലാവർക്കും ജീവിക്കാനുള്ള ഒരു അവകാശം നൽകണം. അവകാശമുണ്ട്, അത് അവർ അംഗീകരിക്കണം എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ശരി, നന്ദി ഡോക്ടർ രാജഗോപാൽ കമ്മത്ത. ഈ ഒരു നിമിഷത്തിൽ ഇത്രയും പ്രതികരണം ഉണ്ടായതിലും ഇത്രയും വിവരങ്ങൾ പങ്കുവച്ചതിലും നന്ദി അറിയിക്കുകയാണ്. അതുതന്നെയാണ് പറയാനുള്ളത്. ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഒരു കടന്നുകയറ്റം തന്നെയാണെന്നാണ് അദ്ദേഹവും വിലയിരുത്തുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു കടന്നുകയറ്റം ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത US-ന്റെ ആയാലും ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നായാലും ഇറാന് മേലെ ഉണ്ടായ ഈ കടന്നുകയറ്റം, അവരുടെ ഭരണാധികാരിയെ കൊല്ലുന്നു എന്നൊക്കെ പറയുന്നത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നൊരു നിരീക്ഷണം തന്നെയാണ് അദ്ദേഹവും നമ്മളോട് പങ്കുവെക്കുന്നത്. കൂടാതെ തന്നെ ആ ഒരു രാജ്യത്ത് കടന്നു കയറുക, അവിടുത്തെ സിവിലിയന്മാരെ അടക്കം ആക്രമിക്കുക, കൊലപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് അത്യധികം വേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഒരിക്കലും അത്തരത്തിലൊരു കാര്യങ്ങളൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കാത്ത ഒരു നിലപാട് തന്നെയാണ് ഉള്ളത്. എന്തായാലും US-ന്റെ ഈ ഒരു നിലപാടുകൾ അങ്ങേയറ്റം ഖേദകരവും മോശകരവും തന്നെയാണെന്നാണ് അദ്ദേഹവും കൂടി ഈ ഒരു സാഹചര്യത്തിൽ വിലയിരുത്തുന്നത്. ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളിലേക്ക് തിരികെ എത്താം ചെറിയ ഇടവേളയ്ക്ക് ശേഷം.